നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഒന്നിന് 700 രൂപ. ചൈനയിൽ കായ്ച്ചു നിൽക്കുന്നത് ബുദ്ധൻ്റെ രൂപമുള്ള പഴങ്ങൾ. ഇത് കോടികളുടെ വിപണി. കൃഷിയുടെ കാര്യത്തിൽ വൻ പരീക്ഷണങ്ങൾ നടത്തുന്ന രാജ്യമാണ് ചൈന. ലോക വിപണി ലക്ഷ്യമിട്ട് ചൈനയുടെ കൃഷി മേഖലയിൽ ഓരോ നിമിഷവും ഒട്ടേറെ പഠനങ്ങളും ഗവേഷണങ്ങളുമാണ് നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഓരോ ഉൽപ്പന്നവും എങ്ങനെ വിപണനം ചെയ്യാമെന്നതും ചൈനയിലെ കർഷകർക്ക് നന്നായി അറിയാം. ഇതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണങ്ങളിൽ ഒന്നാണ് ബുദ്ധൻ്റെ ആകൃതിയിലുള്ള പിയേഴ്സ് സബർജിൽ. ചില പ്രദേശങ്ങളിൽ ഇത് ഷിൻഷു പിയേഴ്സ് അല്ലെങ്കിൽ യാലി പിയേഴ്സ് എന്നും അറിയപ്പെടുന്നു. ഭക്ഷണപ്രിയരെയും കർഷകരെയും ബിസിനസ് സംരംഭകരെയും ഒരുപോലെ ആകർഷിച്ച സവിശേഷവും കാഴ്ചയിൽ ആകർഷകവുമായ ഒരു സബർജിൽ ഇനമാണിത്. ബുദ്ധൻ്റെ ധ്യാനാത്മകമായ രൂപവുമായി സാമ്യമുള്ള ഈ സബർജിൽ ചരിത്രത്തിൻ്റെയും നൂതന കൃഷി രീതികളുടെയും വലിയ വാണിജ്യ സാധ്യതകളുടെയും ഉപയോഗപ്പെടുത്തൽ കൂടിയാണെന്ന് പറയാം. ബുദ്ധ സബർജിലിന് പിന്നിലെ ചരിത്രം. ബുദ്ധൻ്റെ ആകൃതിയിലുള്ള സബർജിൽ ആദ്യം കൃഷി തുടങ്ങിയത് ചൈനയിലാണ്. 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ജപ്പാനിലും ഇത്തരം സബർജിൽ വിപണിയിലെത്തിയിരുന്നു. ബുദ്ധൻ്റെ ഇരിക്കുന്ന രൂപത്തിന് സമാനമായ വൃത്താകൃതിയിലുള്ള ഫലം ഉൽപ്പാദിപ്പിക്കുക എന്നത് കൃത്യമായ വിപണി ലക്ഷ്യത്തോടെയാണ്. അതേസമയം കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ പലയിടത്തും ആഡംബരത്തിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രതീകമായി ഈ പഴത്തെ കാണുന്നു. പുതുവത്സര ആഘോഷങ്ങൾ, വിവാഹങ്ങൾ പോലുള്ള പ്രധാന ചടങ്ങുകളിൽ ഈ പഴത്തിൻ്റെ സാന്നിധ്യം പ്രകടമാണ്. എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്? ബുദ്ധൻ്റെ ആകൃതിയിലുള്ള സബർജിൽ കൃഷി ചെയ്യൽ പരമ്പരാഗത കൃഷി രീതികളും ആധുനിക കണ്ടുപിടുത്തങ്ങളും ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ്. ഏഷ്യൻ രാജ്യങ്ങളിൽ സബർജിൽ പൊതുവെ കൃഷി ചെയ്യുന്നതാണെങ്കിലും ബുദ്ധൻ്റെ രൂപം പഴത്തിൽ കൊണ്ടുവരുന്ന പ്രക്രിയയാണ് അവയെ മറ്റ് ഇനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ബുദ്ധൻ്റെ ആകൃതിയിലുള്ള സബർജിൽ വളർത്തുന്നതിലെ ആദ്യപടി ശരിയായ ഇനം സബർജിൽ മരം തിരഞ്ഞെടുക്കുക എന്നതാണ്. ഈ പ്രക്രിയയ്ക്കായി സാധാരണയായി ഉപയോഗിക്കുന്ന ഇനങ്ങൾ ഷിൻഷു, യാലി എന്നിവയാണ്. ആകൃതി, രുചി, ബുദ്ധൻ്റെ രൂപത്തിലേക്ക് മാറ്റുന്ന പ്രക്രിയയുമായി പൊരുത്തപ്പെടാനുള്ള ശേഷി എന്നിവ കാരണമാണ് ഈ ഇനങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. ബുദ്ധൻ്റെ ആകൃതിയിലുള്ള പഴത്തിൻ്റെ സവിശേഷമായ രൂപം ലഭിക്കുന്നത് ഇഷ്ടാനുസരണം ഡിസൈൻ ചെയ്ത പ്ലാസ്റ്റിക് അച്ചുകൾ ഉപയോഗിച്ചാണ്. പഴത്തിൻ്റെ വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ വളരുന്ന സബർജിലിന് ചുറ്റും ബുദ്ധൻ്റെ ആകൃതിയിലുള്ള അച്ചാണ് സ്ഥാപിക്കുന്നത്. വളർന്നു വരുന്ന പഴത്തെ ആവശ്യമുള്ള ആകൃതിയിലേക്ക് മാറ്റാൻ ഇത് സഹായിക്കുന്നു. ഈ പ്രക്രിയ സമയമെടുക്കുന്നത് അധ്വാനമുള്ളതാണ്. ഓരോ സബർജിലിനും പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. പഴങ്ങൾ ശരിയായി വികസിക്കുന്നുണ്ടോ എന്ന് പതിവായി പരിശോധിക്കണം. പഴങ്ങളുടെ വലിപ്പവും ആകൃതിയും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുന്നു. സബർജിൽ ഉചിതമായ വലിപ്പത്തിലും ആകൃതിയിലും എത്തിക്കഴിഞ്ഞാൽ ശ്രദ്ധാപൂർവം വിളവെടുക്കുന്നു. സബർജില്ലിയുടെ തൊലി സാധാരണയായി സ്വർണ്ണ നിറമായിരിക്കും. പഴങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാൻ കൈകൊണ്ടാണ് വിളവെടുപ്പ് നടത്തുക. വിളവെടുപ്പിന് ശേഷം വിപണിയിലെത്തിക്കും മുൻപ് പഴത്തിൻ്റെ പുതുമ നിലനിർത്തുന്നതിന് പലപ്പോഴും താപനില നിയന്ത്രിത അന്തരീക്ഷത്തിലാണ് സൂക്ഷിക്കുന്നത്. ബുദ്ധൻ്റെ ആകൃതിയിലുള്ള സബർജിൽ കൃഷി ചെയ്യുന്ന പ്രക്രിയ അധ്വാനമുള്ളതാണെങ്കിലും ഈ പ്രക്രിയ കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാക്കുന്നതിനും പല കർഷകരും കീടനാശിനി ഉപയോഗം കുറയ്ക്കുക, നിയന്ത്രിത ജല ഉപയോഗം തുടങ്ങി സുസ്ഥിര കൃഷി രീതികൾ സ്വീകരിക്കുന്നു. സബർജിൽ കൃഷിയിൽ ഒട്ടേറെ ഗവേഷണങ്ങളും നടക്കുന്നുണ്ട്. ഉൽപ്പാദനത്തിൻ്റെ ഗുണനിലവാരവും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനായി വ്യത്യസ്ത തരം ഡിസൈനുകൾ, ജലസേചന സാങ്കേതിക വിദ്യകൾ, കാർഷിക രീതികൾ എന്നിവ പരീക്ഷിച്ചു വരുന്നു. വ്യത്യസ്തവും വിദേശീയവുമായ പഴങ്ങൾക്കുള്ള ആവശ്യം വർദ്ധിച്ചതിനാൽ ബുദ്ധൻ്റെ ആകൃതിയിലുള്ള സബർജിലിൻ്റെ ബിസിനസ് സാധ്യതകളും ഏറെയാണ്. തുടക്കത്തിൽ ജപ്പാൻ, ചൈന, മറ്റ് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ വിപണികൾക്കായാണ് ബുദ്ധൻ്റെ ആകൃതിയിലുള്ള സബർജിൽ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഈ പഴങ്ങൾ ആഡംബര വസ്തുക്കളായാണ് കണക്കാക്കുന്നത്. ബുദ്ധൻ്റെ ആകൃതിയിലുള്ള സബർജിൽ പ്രധാനമായും പണക്കാരായ ഉപഭോക്താക്കൾക്കാണ് വിപണനം ചെയ്യുന്നത്. ചൈനയിലെ ചാന്ദ്ര, പുതുവത്സരം പോലുള്ള പ്രധാന അവധി ദിവസങ്ങളിലാണ് ഈ പഴങ്ങൾക്ക് വലിയ വിപണനം നടക്കുന്നത്. ബുദ്ധൻ്റെ ആകൃതിയിലുള്ള സബർജിൽ കൃഷി ചെയ്യാൻ കഠിനാധ്വാനം വേണ്ടതുകൊണ്ട് തന്നെ വൻ വിലയ്ക്കാണ് വിൽക്കപ്പെടുന്നത്. വലിപ്പം, ആകൃതി, നിർദ്ദിഷ്ട വിപണി എന്നിവയെ ആശ്രയിച്ച് വിലകൾ വ്യത്യാസപ്പെടാം. പക്ഷേ പലപ്പോഴും ഓരോ പഴവും വൻ വിലയ്ക്കാണ് വിൽക്കുന്നത്, ഏകദേശം 700 രൂപ വരെ. ഈ ഉയർന്ന വില നിലവാരം സബർജില്ലിയെ ഒരു ആഡംബര ഉൽപ്പന്നമായി മാറ്റുന്നു. ജപ്പാനിലെ ചില പ്രധാന പലചരക്ക് കടകളിൽ ഏകദേശം $100 കൂടുതൽ വിലയ്ക്കാണ് ബുദ്ധൻ്റെ ആകൃതിയിലുള്ള ഒരു സബർജിൽ വിൽക്കുന്നത്. ചില സന്ദർഭങ്ങളിൽ വില ആയിരക്കണക്കിന് ഡോളറിന് ലേലത്തിൽ വിറ്റു പോകാറുമുണ്ട്. ഉയർന്ന വില പഴ ത്തിൻ്റെ ഗുണനിലവാരവും അപൂർവതയും മാത്രവുമല്ല, അതിൻ്റെ സാംസ്കാരിക പ്രാധാന്യത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.